ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ സ്വന്തം സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, പോർക്കിറച്ചി. അത് നല്ലപോലെ ഒട്ടും ചാറില്ലാതെ ഇങ്ങനെ വരട്ടിയെടുക്കും. ഇങ്ങടേക്കൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലെ എത്രയോ ചെറുപ്പക്കാർ തൊഴിലില്ല, ജോലിയില്ല, ഇവിടെ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. ശരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു മാതൃകയാക്കേണ്ടതാണ് കേട്ടോ അനീഷിനെ. കാരണം അവൻ ചെയ്യാത്ത തൊഴിലൊന്നുമില്ല, കച്ചവടവും എല്ലാ സകല കാര്യങ്ങളും ചെയ്തു. ഇതൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്രയും വലിയൊരു അപകടം പറ്റുന്നതും. കാലിന് ഇങ്ങനൊരു അതൊരു വലിയ അപകടം തന്നെയായിരുന്നു. ഇന്നും 6 വർഷം കഴിഞ്ഞിട്ടും എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് ഈ കടയിൽ വന്ന് ജോലി ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റിലാണ്. എന്നിട്ടും വെറുതെ ഇരിക്കുകയല്ല. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാ ശാരീരിക പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാൾക്കാർ പോലെ 7-8 മണിക്കൂർ ഇങ്ങനെ നിൽക്കേണ്ടി വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളും നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾക്കൊന്ന് അവരെ ചേർത്ത് പിടിക്കാം. ഒപ്പം ഇത് ഒരു മാതൃകയാണ്. കാരണം ഇതുപോലെ നമുക്കൊന്നിനും വയ്യാന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അനീഷൊക്കെ ഒരു റോൾ മോഡലും കൂടിയാണ്. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റാണ് ചെയ്തിരുന്നത്. കുറേ വേറെ ഫ്രൂട്ട്സിന്റെ പരിപാടി അതും ഇതൊക്കെ കുറച്ചൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ പൊളിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിച്ച തൊഴിലേക്ക് തന്നെ വേണ്ടി വന്നു. കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇത് പാൽക്കപ്പ വേണമെങ്കിൽ ബീഫിലും കിട്ടും, പിന്നെ പോർക്കിലും കിട്ടും. നമുക്കിപ്പോൾ ബീഫ് മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട സെറ്റായിട്ട് കുഴഞ്ഞ് ഇരിക്കണ പാൽക്കപ്പ കണ്ടോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് ഇത്. ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട, അനീഷിൻ്റെ തട്ടുകട എന്നാണ്. അപ്പോൾ അനീഷിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പറയുമല്ലോ, ചിലരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേന്ന് പറയുമല്ലോ. അങ്ങനെ സപ്പോർട്ട് വേണ്ട ഒരാളാണ്. നല്ല ഭംഗിയായിട്ട് രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിച്ച ഒരാളാണ്. അപ്പോൾ അത് കാരണം പാചക കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. അപ്പോൾ ഉഗ്രൻ ടേസ്റ്റിൽ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാനും വന്നതാട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. സ്പെഷ്യൽ ഇവിടെ കപ്പ, ബീഫ്, പോട്ടി, പോർക്ക്, അതിൻ്റെ തന്നെ ബീഫിൻ്റെയും പോർക്കിൻ്റെയും പോട്ടിയുടെ ഡ്രൈ ഉണ്ട്. പിന്നെ വരുന്നത് പാൽക്കപ്പ ബീഫുണ്ട്. പാൽക്കപ്പയിൽ പോർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ദോശ, ലൈവായിട്ട് ദോശ, ഓംലേറ്റ് ഒക്കെയാണ്. നമ്മളൊരു 6-6:45 സ്റ്റാർട്ട് ചെയ്യും. സാധനങ്ങൾ തീരുന്നവരെ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. സാധാരണ 12 മണിയാകുമ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്യാറുണ്ട്. ഞായറാഴ്ച ഇല്ല. കൂട്ടുകാരൻ്റെ അച്ഛനാണ്. ആൾ കാറ്ററിംഗ് ആയിരുന്നു. ഇപ്പൊ ആള് നന്നായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ സ്വന്തം സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, പോർക്കിറച്ചി. അത് നല്ലപോലെ ഒട്ടും ചാറില്ലാതെ ഇങ്ങനെ വരട്ടിയെടുക്കും. ഇങ്ങടേക്കൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടേ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കും. എൻ്റെ കൂടെ കൂർക്ക ഇട്ടിട്ട് ഭയങ്കര സൂപ്പറാണേ. ഇവിടെ ഇപ്പോൾ ഇത് അല്ലാണ്ട് കിട്ടണതാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ. ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കും, ഇതുമാതിരി തന്നെ ഉണ്ട്. അതും അത് വെച്ചിട്ട് വരുവേ. നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ചട്ടിയിലിട്ട് നല്ല ചൂടാക്കിയിട്ടാണ് തരുന്നത്. അപ്പോഴേക്കും ഒരു ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നത് ഫുള്ള് പറ്റിയൊരു നല്ല ഡ്രൈ ആക്കിയിട്ട് തരും. സവാളയും മല്ലിയിലയൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, അങ്കമാലിക്ക് കുറേ സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. മാങ്ങാക്കറി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ കുറേ വിഭവങ്ങളുണ്ട്. എന്നാലും ഇതും ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ. എല്ലാ തട്ടുകടയിലൊന്നും പക്ഷെ ഇത് കിട്ടുകയില്ല. കണ്ട നല്ല സുന്ദരൻ പാൽക്കപ്പയും ബീഫും നോക്കി. പിന്നെ വേണമെന്നോ ഇതിൻ്റെ ഈ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ടും. കാരണം അമ്മാതിരി മണമാണ് ഇതെടുത്ത് ചൂടാക്കുന്ന സമയത്ത്. അങ്ങനെ പാൽക്കപ്പയും ബീഫും കൂടെ ആദ്യം ഒരു പ്രാവശ്യം കഴിക്കാൻ നോക്കിയിട്ട് നടന്നില്ല, കാരണം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഈ വായിലിട്ട സാധനം ചൂടുകൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയിൽ കുറച്ച് നേരം നിന്നുപോയി. ഇങ്ങനത്തെ കുറേ ക്ലിപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ബ്ലൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇടേണ്ടതാണ് അതൊക്കെ. കാരണം അതാണ് റിയൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ. വായ പൊള്ളിപ്പോയിട്ടേ നല്ല രസമാട്ടോ. റോഡിലായതുകൊണ്ട് ഭക്ഷണം ഒന്നും ഞാൻ ഇപ്പോൾ കഴിച്ചു നോക്കിയ സാധനങ്ങളൊക്കെ സൂപ്പറാണ്. ഈ കപ്പ മാത്രം മതി, ഇറച്ചിയൊന്നും ഇതിൽ ഇട്ടിട്ടില്ലെങ്കിലും ആ പാൽക്കപ്പ മാത്രമായിട്ട് കഴിക്കാൻ തന്നെ എന്തൊരു സ്വാദാ.
അപ്പോൾ അത് മാത്രമല്ല ഇതുപോലെ ദോശയും ചമ്മന്തിയും മുളക് കറിയും, പിന്നെ ഇതിപ്പോൾ പോർക്ക് ഇവർ മേടിച്ചതന്നെയാണ് ഇവിടെ പിള്ളേർ നമ്മളെ കൂടെയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയും കൂടെ കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പോൾ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നല്ല പോർക്കിറച്ചി കഴിക്കണമെങ്കിൽ അത് ഞങ്ങൾ അങ്കമാലിയിൽ തന്നെ വരണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ വീടുകളിലൊക്കെ ഇങ്ങനെ പന്നി വളർത്തുന്നുണ്ട്, ഫാമുകൾ വീടുകളിൽ നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ യഥേഷ്ടം ഇറച്ചി കിട്ടുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്കമാലിയിൽ ഇങ്ങനെ പോർക്കിറച്ചി വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായി മാറി. കാരണം അങ്കമാലി ഡയറീസ് സിനിമയെ കണ്ടവർക്ക് അറിയാം. കാരണം അതിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ. ഇത് കഴിക്കാത്ത ആളുകളും വളരെ ചുരുക്കം ആളുകളാണ് ഇവിടെ എല്ലാവരുടെ വീടുകളിലും ഒക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി, നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇവിടെ യൂണിയൻ ബാങ്ക് ഉണ്ട്. യൂണിയൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അനീഷിൻ്റെ തട്ടുകടയുള്ളത്. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലൊക്കേഷൻ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഇപ്പോൾ തൃശ്ശൂർക്കോ അല്ലെങ്കിൽ പാലക്കാടിക്കോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുമല്ലോ, എന്തെങ്കിലും ആവശ്യത്തിന് അങ്കമാലി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഒരു 6:30-7 മണി സമയത്താണ് നല്ല ഭക്ഷണം അവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ പോക്കറ്റ് കാലിയാവാതെ രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലവും കൂടി കേട്ടോ അനീഷിൻ്റെ തട്ടുകട. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും വരാം.